ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1596. ഇന്ന് മെയ് മാസം 14-ാം തീയതി 135-ാമത്തെ ദിവസത്തിലെത്തി. കാത്തിരിപ്പിന്റെ ദിനങ്ങളില് പരിശുദ്ധാത്മാവിന്റെ സന്നദ്ധിയില് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ്. കുറെ കൂടി പരിപൂർണ മനുഷ്യരായി മാറാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്നതുപോലുള്ള ഒരു ജീവിതം ശരിക്കും സമർപ്പിക്കാനായിട്ട്. ദൈവവചനം വായിക്കുന്ന നമുക്ക് ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും അതിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റണം, ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ പറ്റണം. അതുവഴി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റണം. അതൊരു സുഗന്ധമായി നമ്മെ ചുറ്റിപ്പൊതിയണം. നമ്മളിൽ നിന്ന് അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. യേശു ആവശ്യപ്പെടുന്നത് ഹൃദയകാഠിന്യമല്ലല്ലോ, കരുണയാണ്. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. കർത്താവിന്റെ പ്രവൃത്തികളെ തുടർന്നും നമ്മൾ നിർവഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. ഹൃദയകാഠിന്യത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു എന്നാണ് എല്ലാവരും പറയുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ നിഷേധിക്കുന്നത് മാത്രമാണ് ഹൃദയ കാഠിന്യത എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നിഷേധിക്കുന്നത് മാത്രമല്ല കേട്ടോ, പകരം കാര്യങ്ങളോടുള്ള നമ്മുടെ അലസ മനോഭാവവും ഹൃദയകാഠിന്യം തന്നെയാണ്. അർഹിക്കുന്ന ഗൗരവം ചില കാര്യങ്ങൾക്ക് നൽകാതിരിക്കുന്നതും ഹൃദയകാഠിന്യം തന്നെയാണ്. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ഹൃദയത്തെ മനസ്സിനെയും നിറച്ച് നിസ്സംഗത നിറയുമ്പോൾ അതേതാണ്ട് ഹൃദയ കാഠിന്യത്തിന് തുല്യമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. എല്ലാത്തിനും ഒരു തിരിച്ചുമറയലാണ്, ഒരു സ്വാഭാവികമായ ഒഴുക്കിനെതിരെ തന്നെയാണ് യേശുവിന്റെ യാത്രയും എന്നോടുള്ള നിർദ്ദേശവും. യേശു കാട്ടിത്തന്ന മാതൃക അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആയിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ എന്തുമാത്രം നിർമ്മലമാക്കണമെന്ന് മാത്രമല്ല, ശുദ്ധീകരിക്കണമെന്ന് മാത്രമല്ല, യേശു ഹൃദയവുമായി കൂട്ടിച്ചേർക്കേണ്ടി വരും. പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ ആ ഒരു ആഗ്രഹത്തെയും പ്രാർത്ഥനയും തമ്പുരാന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താലോ. ആമേൻ.